Hi, welcome to Sajis Innovations. In the kitchen, എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മയാണ്. അമ്മ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു കിച്ചണിൽ. സോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന പലഹാരങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അമ്മ ഉണ്ടാക്കും, ഞാൻ അമ്മയുടെ കൂടെ ഉണ്ടാവും. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയടയാണ്. ഇലയടയ്ക്ക് ആവശ്യമായ വിഭവങ്ങളൊക്കെ അമ്മ പറഞ്ഞിട്ട് ഞാൻ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അമ്മയ്ക്ക് നിങ്ങളോട് സംസാരിക്കാനൊരു വിഷമമുണ്ട്. അമ്മ ക്യാമറ അധികം ഫേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇലയടയ്ക്ക് ഇത് ഇവിടെ അരിപ്പൊടി വെച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ അരിപ്പൊടി വെച്ചിട്ടുണ്ട്. ഇത് അരിപ്പൊടി ഇവിടെ ഏതാണ്ട് ഒരു തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു തേങ്ങ, ചെറിയൊരു തേങ്ങയാണ്. ഒരു 150 ഗ്രാം ഉണ്ടാകും. അവിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കിലോ ശർക്കര അത് ഇങ്ങനെയാണ് ഞാൻ അത് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എടുക്കുക, ശർക്കരയെ എടുക്കുക. പിന്നെ കുറച്ച് ചെറുപഴം നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 6-7 ഏലക്കായ വെച്ചിട്ടുണ്ട്. ഒരല്പം ഉപ്പ് മാവിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഇലയിലാണ് ഞങ്ങളിന്ന് ഇലയട ഉണ്ടാക്കുന്നത്. ഇതിനെ പൊരിയാണി ഇലയെന്നും പിന്നെ ചില ഭാഗങ്ങളിൽ വട്ട ഇലയെന്നൊക്കെ പറയും. വാഴ ഇലയിൽ ഉണ്ടാക്കിയാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ പുറത്ത് നിൽപ്പുണ്ട്. ഈ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മരം ഇത് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ പൊരിയാണി ഇലയുടെ മരം. ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ മതിൽ ചേർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിലാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. സോ അമ്മ ആണ് ഉണ്ടാക്കുക, അമ്മയുടെ കൂടെ ഞാനും ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് അമ്മ ഇലയട ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആദ്യം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കണം. എങ്ങനെയാണ് നമ്മൾ പറയണം. ആദ്യം മാവ് ഇതിലേക്ക് ഇടുക, ഒരു പാത്രത്തിലേക്ക് ഇടുക എന്ന് പറഞ്ഞു. അരിപ്പൊടിയാണ്. യെസ്, ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ഇതിന് മാത്രം വേണ്ടി കുറച്ച് ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് മയത്തിൽ കിട്ടും. കൈ കൊണ്ട് മുക്കാൻ നോക്കരുത്, എന്തെങ്കിലും സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക. ഇത് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ മാവൊന്ന് വെന്ത് ഒന്ന് നല്ല മയത്തിൽ കിട്ടും നമുക്ക്. എന്നിട്ട് തണുത്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു 2 മിനിറ്റ് ഇതിനെ ഒന്നിങ്ങനെ അടച്ചു വെക്കുക. ഈ മാവൊന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരിപ്പൊടി ഈ ഒരു ടെക്സ്ചറിൽ അമ്മ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും നനഞ്ഞാൽ മതി. ഇനി നമുക്ക് ബാക്കി മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് എന്ത് കിട്ടണം? ആദ്യം അവിൽ. സോ ഇതിലേക്ക് അവിലിട്ട് കൊടുക്കാം. അയ്യോ, കുറച്ച് പുറത്തേക്ക് ചാടി. അതുപോലെ അവിലിട്ടു. തേങ്ങാപ്പീര ഞാൻ പറഞ്ഞു, ഒരു തേങ്ങ, ചെറിയ തേങ്ങ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ വലിപ്പം അനുസരിച്ച് എടുക്കാം നിങ്ങൾ. ശർക്കര. ഇനി ഒരു 8 ഏലക്കയുടെ പൊടി ഞാൻ വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുക. നല്ല ഒന്നാം തരം ഏലക്കയാണ്. കട്ടപ്പന എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്ന പുള്ളിയുടെ കൃഷിയുള്ള. ഇനി ഇതിനെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ ശർക്കര ഒന്ന് അലിഞ്ഞിട്ട് ശർക്കരയും തേങ്ങയും കൂടി ഒരു നനവ് വരും ഇതിന്. സോ നനവ് വന്ന് ഇൻ കേസ് നനവ് കുറവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. നനച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് മാറ്റി വയ്ക്കുക എന്ന് നമ്മൾ പറഞ്ഞല്ലേ. കുറച്ചൊന്ന് നനയ്ക്കാം നമുക്കല്ലേ. മതിയോ വെള്ളം? ഇതൊന്ന് നനച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വയ്ക്കുമ്പോൾ ഇതൊന്ന് ഈ അവിലൊന്ന് കുതിർന്ന് അതുമായിട്ട് ചേരും. അത്രയും സമയം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇലയട ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇതേ എല്ലാം റെഡിയാണ്. അരിപ്പൊടിയുടെ മിക്സ് ഉണ്ട്. ദെൻ നമ്മുടെ ബാക്കി മിക്സ് ഇപ്പോൾ ഉണ്ടാക്കിയ മിക്സ് ഒന്ന് കുതിർന്ന് നന്നായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളൂ, ഞങ്ങൾ കാണട്ടെ. കുറച്ച് മാവ് എടുക്കുക. മാവ് ഇലയിലേക്ക് വെക്കുന്നു. കയ്യിൽ വെള്ളം നനയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും മാവ്. എന്നിട്ട് വളരെ നൈസായിട്ട്, എത്രത്തോളം നൈസാക്കാവോ അത്രത്തോളം നൈസായിട്ട് കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക കൈ കൊണ്ട്. അമ്മയുടെ കൈക്ക് പഴയ ആരോഗ്യം പോരാ. ഇതൊക്കെ ക്രിക്കടാ ചെയ്തുകൊണ്ടിരുന്ന അമ്മയാണ്. ഞാൻ വെച്ചേരട്ടെ. അതിനെ പുറത്തോട്ട് മൊത്തം വെക്കണോ ഒരു സൈഡിൽ വെക്കണം? ഒരു സൈഡില. ഇനി വേണം? കൂടിപ്പോയില്ലേ? ഇത്രയും വേണമല്ലേ? ഇത്രയും വെച്ചിട്ട് എങ്ങനെ മടക്കുന്നതിന്? എത്ര പഴം? 1
എൻ്റെ പുറത്തേക്ക് പഴം വയ്ക്കുക കേട്ടോ. യെസ്, മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ. കറക്റ്റ് രണ്ടും ഇങ്ങനെ ഒറ്റ ഇതിൽ വരത്തക്ക ഇതിൽ മടക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഇലയട റെഡിയായി. ഒന്നുകൂടെ കാണിക്കമ്മ. അമ്മ ഒന്ന് ഇടയ്ക്ക് നോക്കിയേ, ക്യാമറ എല്ലാവരും കാണട്ടെ. ഇങ്ങോട്ട് നോക്ക്. ആ കണ്ടോ? ആ യെസ്, ഇനി ചെയ്യും. വെള്ളം 1 2 3. ഈ മടക്കുന്ന എങ്ങനെയാണെന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. യെസ്, 2 എണ്ണമായി. അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യട്ടെ അമ്മയൊന്ന്. എല്ലാം മടക്കി വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ അമ്മ ഇലയുടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ ഇഡ്ഡലി പാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കിയ അത്രയും ഇഡ്ഡലി പാത്രത്തിലേക്ക് മാറ്റാനുള്ളൊരു പരിപാടിയിലാണ്. ആ സമയത്ത് അമ്മ ബാക്കി ഉണ്ടാക്കും. ഇപ്പോൾ ഒരു 10-12 ഉണ്ടാക്കി കഴിഞ്ഞു. വെള്ളം തിളച്ചിരിക്കുകയാണ്, ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കണ ഒരു 3-4 പ്രാവശ്യം ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നു. കുറേ അധികം ഉണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. എത്ര മിനിറ്റ് വേണ്ടി വരും? 10 മിനിറ്റ്. ഒരു 10-15 മിനിറ്റ് കാണും നമ്മൾ പറഞ്ഞത് കഴിയാൻ. അത് കഴിഞ്ഞ് നമുക്ക് കാണാം. എല്ലാം ഉണ്ടാക്കിയ ശേഷം നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കിയ ഇലയട വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ 1/2 കിലോ അരിപ്പൊടിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. 21 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്കിടെ ആവശ്യം അനുസരിച്ചിട്ട് അരിപ്പൊടിയുടെ അളവ് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. ബാക്കി ചേരുവെല്ലാം പക്കായിരുന്നു, ഒരു മാറ്റം വേണ്ട, അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ അമ്മ ഇങ്ങനെ പിടിച്ചോട്ടെ, ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പറഞ്ഞു. ആവൂ, ഗ്രാൻഡായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അമ്മയ്ക്ക് കൊടുക്കാം. നന്നായിട്ടുണ്ട്. സ്വന്തമായിട്ടുണ്ടാക്കിയിട്ടങ്ങ് പറയാം നന്നായിട്ടുണ്ടെന്നാ. എന്തായാലും നന്നായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.